ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നമ്മൾ നോക്കുന്നത്. ഇതിൽ മാർക്കോ റൂബിയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രാൻസിനെതിരെ പറഞ്ഞിട്ടുണ്ട്, മാക്രോണിനെതിരെ. അതായത് ഹമാസിൻ്റെ തീരുമാനങ്ങൾ മാറ്റിമറിച്ചതിൽ മാക്രോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് വളരെ സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ടെന്നാണ് മാർക്കോ റൂബിയോ ഒരു ആരോപണം വെച്ചിരിക്കുന്നത്. അതായത് ഹമാസ് നല്ല രീതിയിൽ ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് മാക്രോണിൻ്റെ പാലസ്തീനിയൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് ഹമാസ് അവരുടെ നിലപാട് മാറ്റിയതായിട്ട് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഗാസ ഫുള്ളി ടേക്ക് ഓവർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിൽ നിന്നും എതിർപ്പ് വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളും എതിർക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അതിനെ എതിർത്താണ് സംസാരിക്കുന്നത്. കാരണം അത് മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യമാണെന്നുള്ള രീതിയിലുള്ള ഡയലോഗുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഇപ്പോഴും ബന്ദികളായിട്ട് പിടിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ കുറിച്ച് ഒരു രീതിയിലുള്ള വാക്കും ഖമ എന്ന അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹമാസ് എന്തുകൊണ്ട് ഇപ്പോഴും ഈ ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അതായത് യുദ്ധം നിർത്തണം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ബന്ദികളെ വിട്ടയച്ചിട്ട് നിങ്ങൾ പറയൂ. പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാകാൻ വേണ്ടിയിരുന്ന ഒരു കാലഘട്ടങ്ങളിലും അവർ പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം എന്നവർ ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ എതിർക്കാനും ഇസ്രായേലിനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് മാത്രം രൂപം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അല്ലാതെ പാലസ്തീനിയൻ സ്റ്റേറ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ജൂവിഷ് സ്റ്റേറ്റ് പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ആവർത്തിച്ച് പല ഇതിലും പറയുന്നുണ്ട്. പിന്നെ പലരും ഇതിനെ മതപരമായിട്ട് 2000-4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ജൂവിഷ് കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഇതിനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു സമൂഹം, ഒരു സൊസൈറ്റി ഒരു സ്ഥലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബന്ധപ്പെട്ട ആരാധനാലയങ്ങളും അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മോണുമെന്റുകളും എല്ലാം അവിടെ ഉയർന്നു വരുന്നത് സാധാരണ പതിവാണ്. പിന്നെ ഈ ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഈ അലക്സ മോസ്ക് അവിടെ ആദ്യമേ ഉണ്ടായതല്ലല്ലോ. അത് ഓട്ടോമൻ എംപററിന്റെ കാലഘട്ടത്തിൽ പണിതാണല്ലോ. അപ്പോൾ അതായത് അവിടെ ഇസ്ലാമിസ്റ്റുകൾ ഒക്കുപൈ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവരുടെ മോണുമെന്റ് പണിതിരുന്നു. അത് അത്ര ആ രീതിയിലാണ് അതിൻ്റെ ഒരു വാല്യൂ വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇസ്രായേലികൾക്ക് ഒരു സ്റ്റേറ്റ് വേണം, ഒരു രാജ്യം വേണം. അവർക്കൊരു രാജ്യം വേണ്ടേ? അപ്പോൾ അവർക്കൊരു രാജ്യം എന്നുള്ള നിലയിൽ അതിനെ വിട്ടുകൊടുക്കുക. ഇപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ അവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം അവരുടെ കയ്യിലാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ ഡെമോക്രാറ്റിക്കലി അറബ്സിന് താമസിക്കുകയും ചെയ്യാം. അവരാരും അറബ്സിനെ അങ്ങ് പുറത്തിറക്കി വിട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ കിടന്നുകൊണ്ട് പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുന്നു, കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഈ പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വപ്ന പദ്ധതിയായിട്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പം. അല്ലാതെ ആധികാരികമായിട്ട് അതിന് ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരെല്ലാ കാലത്തും ജോർദാന്റെ കീഴിലും ഈജിപ്തിന്റെ കീഴിലും മാത്രം താമസിച്ച് പോരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയാണ്. അവരൊരു കാലത്തും പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ നിങ്ങൾ സ്റ്റേറ്റ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ പോലും അവരതിനെ ഉണ്ടാക്കാൻ തയ്യാറായില്ല. കാരണം അവർക്ക് വേണ്ടത് ഇസ്രായേൽ താമസിക്കുന്ന മുഴുവൻ സ്ഥലവും അവർക്ക് വേണം എന്നാണ് പറയുന്നത്. അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഒരു PA സ്റ്റേറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ നെതന്യാഹു പ്രപ്പോസ് ചെയ്ത പ്ലാനിൽ നിന്നും കുറച്ച് റിഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഗാസയെ ഇസ്രായേൽ ഒരിക്കലും റൂൾ ചെയ്യില്ല. അതിന് പകരം ഗാസയെ ഏറ്റെടുക്കും. എന്നിട്ട് അതിന് ഇസ്രായേലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇസ്രായേലിൻ്റെ കണ്ടീഷൻസിന്, ഇസ്രായേലിന് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിക്കും. അവരായിരിക്കും ഗാസ റൂൾ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ജൂവ് ചെന്നിട്ട് ഗാസയെ റൂൾ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് ത്രെട്ട് വരാത്ത രീതിയിലുള്ള റൂളിംഗ് ആയിരിക്കും അവിടെ നടക്കാൻ പോവുക. അതിനൊക്കെ ഇനി ഇസ്രായേലും മൊസാദ്, ഷിൻബെറ്റൊക്കെ അവർ എന്തൊക്കെ പദ്ധതികൾ വെച്ചിട്ടുണ്ട്, ഏത് അഡ്മിനിസ്ട്രേഷനാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ നെതന്യാഹുവിൻ്റെ ഈ ഒരു പ്രപ്പോസൽ ഇതാണ്. അപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള ചാർട്ട് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് IDF മുന്നോട്ട് നീങ്ങുകയാണ് ഗാസയ്ക്കുള്ളിൽ. അവർ ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോയിൽ അവരെല്ലാം തന്നെ ബോർഡർ സൈഡിൽ ഓർഡറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു IDFനെങ്കിൽ ഇന്ന് IDF ദേ ആർ മൂവിങ് ടു ഗാസ. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് പുടിനെ ഓഗസ്റ്റ് 15-ാം തീയതി അലാസ്കയിൽ വെച്ച് മീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലാസ്കയിലാണ് ഈ ഒരു സ്ഥലം തീരുമാനിച്ചിരിക്കുന്നത്. മീറ്റ് ചെയ്യട്ടെ. ഈ മീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഉക്രൈനെ കുറിച്ചാണ്? ഒരിക്കലുമില്ല. ഇത് മറ്റേ റെയർ എർത്ത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ്. അതായത് ഈ ചർച്ചയ്ക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പുറത്ത് പറയുന്നത് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കരാറുകൾ, എന്തൊക്കെ എക്കണോമിക് കോപ്പറേഷൻസ്, എന്തൊക്കെ ബിസിനസ് ടൈപ്പുകൾ നമുക്ക് ചെയ്യാം. ഇനി അതിലുപരിയായിട്ട് പേഴ്സണലി ട്രംപ് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രംപ് ടവറുകൾ അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റുമോ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ. കാരണം ഈ പ്രസിഡന്റ് പൊസിഷനിൽ നിന്ന് ഇറങ്ങിയാലും ജീവിക്കണമല്ലോ. അപ്പോൾ ട്രംപിൻ്റെ കുടുംബവും തന്നെ നല്ല രീതിയിൽ ജീവിക്കണം. അപ്പോൾ ആ രീതിയിൽ പേഴ്സണലായിട്ടും കൂടി എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് റഷ്യയിലെ പുടിനെ അലാസ്കയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ ഇപ്പോൾ ട്രംപ് ഒരു പദ്ധതി ഒരുക്കുന്നത്. കൂടെ ഇന്ത്യക്കും കൂടി പണി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി. പക്ഷെ ഇന്ത്യക്ക് പണി തരാൻ റഷ്യ ഒരുങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം റഷ്യയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. ട്രംപ് ഇന്നില്ലെങ്കിൽ നാളെ ഇറങ്ങിപ്പോവും. പിന്നീട് അമേരിക്കൻ ഭരണകൂടം എന്ന് പറഞ്ഞ് യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ് അവിടെ വരും.
ആ വരുന്ന സമയത്താണ് വീണ്ടും റഷ്യയ്ക്ക് പണി കിട്ടാൻ പോകുന്നത്. അത് നല്ല രീതിയിൽ തിരിച്ചറിവുള്ള ആളാണ് പുടിൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും പണി കിട്ടാൻ പോകുന്നില്ല. ശരിക്കും അമേരിക്കയ്ക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ റെയർ എർത്ത് എലമെന്റ്സ് മേഖലയിൽ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ നടത്തുകയാണ് റഷ്യയുമായിട്ട്. ഇന്ത്യക്കുള്ളിൽ റഷ്യയെ കൊണ്ടുവന്ന് ഇന്ത്യയിലുള്ള മൈനിങ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ കമ്പനികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള പദ്ധതിയും കൂടി ഒരുങ്ങുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. IDF സിറിയ ബോർഡറിലും ലെബനാന്റെ ഉള്ളിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇതിൽ ഹെസ്ബുള്ളയുടെ ഒരു ചീഫ് കമാൻഡറെ വധിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ലെബനാന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ലെബനാൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഇടുകയാണ് ഹെസ്ബുള്ളയുടെ മേളിൽ. നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ആയുധങ്ങളൊക്കെ ലെബനാൻ ഗവൺമെന്റിനെ ഏൽപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ സറണ്ടർ ആവുക എന്നുള്ള നിലയിലുള്ള പ്രഷറാണ് ഇടുന്നത്. അത് ശക്തമായി തന്നെ ഈ 2026 പൂർത്തീകരിക്കാമെന്നാണ് ലെബനാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇസ്രായേൽ തയ്യാറല്ല. അപ്പോൾ ഈ 2026 വരെ ഇസ്രായേൽ അവിടെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഹെസ്ബുള്ള ഇതിനെ ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെസ്ബുള്ളയുടെ ലീഡർ ഇതിനെ എതിർത്ത് പറഞ്ഞു. ലെബനാൻ ഗവൺമെന്റ് പറയുന്ന പോലെ ഹെസ്ബുള്ളയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം സൊവറനിറ്റിയിൽ നിൽക്കും എന്നുള്ള രീതിയിൽ, അതായത് അന്യന്റെ രാജ്യത്ത് കയറി നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ സൊവറനിറ്റിയിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ. സോവറിനിറ്റി ലെബനാനിലുള്ളതാണ്, അല്ലാതെ ഹെസ്ബുള്ളയ്ക്കുള്ളതല്ല. അങ്ങനെ പറഞ്ഞു തീർത്ത ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആ ദിവസം തന്നെ വെള്ളിയാഴ്ചയായിട്ടുള്ള ഇന്നലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇന്നലെ രാത്രി തന്നെ അറ്റാക്ക് നടത്തി. ഇതൊക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ ഡെവലപ്പായി വരുന്ന കാര്യങ്ങൾ. പിന്നെ 2 വിഷയങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചൈന 2 സ്ഥലങ്ങളിൽ നിർണായകമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് അങ്കോലയിൽ ചൈനയ്ക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്, ചൈന മാർക്കറ്റ് ഉണ്ട്, ചൈനയുടെ ഒരുപാട് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ആഫ്രിക്കൻ റീജിയനിൽ പല രാജ്യങ്ങളും. അതിൽ അങ്കോല സുപ്രധാനമായിട്ടുള്ള രാജ്യമാണ്. അവിടെയാണെങ്കിൽ കലാപ അന്തരീക്ഷമാണ്. കലാപ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ ട്രംപിന്റെ താരിഫ് നയം വന്നതിന് പുറകെ അങ്കോലയിൽ ഉണ്ടായ കലാപത്തിൽ ചൈനീസ് വിരുദ്ധത അവിടെ വന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ എംപ്ലോയ്മെന്റ്സ് എല്ലാം ചൈന തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ചൈനീസ് ഫാക്ടറികളെല്ലാം ചൈന ആൾക്കാരാണ് പണിയെടുക്കുന്നത്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ രാജ്യത്തിലുള്ള സ്വന്തം രാജ്യങ്ങൾക്ക് ഇപ്പോഴാണ് അവർ രോഷാകുലരായത്. അവർ റോഡിലിറങ്ങി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥയാണ്. ചൈനീസ് ഷോപ്പുകൾ മൊത്തത്തിൽ കയറി കൊള്ളയടിച്ച് മൊത്ത സാധനങ്ങളെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അങ്കോലയിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Esa merda. Ya quedaron. രണ്ടാമത് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് സീപക് കോറിഡോർ വഴി ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ. ആ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഇതിനു മുമ്പുള്ള നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീപക് കോറിഡോറിൽ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ സ്ട്രൈക്ക് നടക്കുന്നു, ആ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർത്ത കണ്ടവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ സ്ട്രൈക്ക് ഇപ്പം കൊള്ളയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ചൈനയുടെ സൈഡിൽ നിന്നും പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കാരക്കോറം ഹൈവേയിൽ കടന്നു കയറി വന്ന് ഈ സ്ട്രൈക്ക് നടക്കുന്ന സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. ആ വാഹനങ്ങളെ ഇപ്പോൾ കൊള്ളയടിക്കുകയാണ് ആൾക്കാർ. ആ വാഹനങ്ങളിലുള്ള സാധനങ്ങളൊക്കെ അയച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ചൈന ഇതേ രീതിയിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ട് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ലണ്ടനിൽ 2 ഇഷ്യൂ ആണ് നടക്കുന്നത്. ഒന്ന്, റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷുകാരും റെഫ്യൂജികളും തമ്മിലുള്ള അടി. റെഫ്യൂജികളിൽ തന്നെ പലരും ഈ പാലസ്തീനിയൻ ആക്ഷൻ ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു റാലി നടക്കുന്നത് പാലസ്തീനിയൻ ആക്ഷനെ നിർവഹിച്ചതിൻ്റെ പേരിൽ
അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്. അങ്ങനെ 2 പ്രൊട്ടസ്റ്റ് UK നടക്കുകയാണ്. UK പാർലമെന്റ് സ്ക്വയറിലും അതേപോലെ റസൽ സ്ക്വയറിലൊക്കെ നടന്ന പ്രതിഷേധത്തിൻ്റെ ഫൂട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവിടെ കനത്ത പ്രതിഷേധമാണ്. ഫാർ റൈറ്റിൽപ്പെട്ട ആൾക്കാരും അതേപോലെ റെഫ്യൂജികളും തമ്മിലാണ് ഈ ഒരു ക്രൈസിസ് നടക്കുന്നത്. ഒരു സൈഡിൽ റെഫ്യൂജികളെ നിങ്ങൾ വെൽക്കം ചെയ്യണമെന്നുള്ള രീതിയിൽ അഥവാ ഈ ലെഫ്റ്റ് ലിബറലിൽപ്പെട്ട ആൾക്കാർ പ്രതിഷേധവുമായിട്ട് നിൽക്കുകയാണ്. മറ്റേ സൈഡിൽ ഇംഗ്ലീഷുകാർ പ്രതിഷേധവുമായിട്ട് നിൽക്കുകയാണ്. ശരിക്കും 50 പേരെ ഈ കലാപത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ റാലി തന്നെയാണ് സംഘടിപ്പിച്ചത്. ഈ റാലിയിൽ 50 പേരോളം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 വിഭാഗത്തിൽ, അതായത് 2 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ ഇതേ അവസ്ഥ തുടരുകയാണ് ഈ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.